ഹായ് ഗായ്സ്. അപ്പം ഞാനും അച്ഛയും ഇന്ന് എങ്ങോട്ടാന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് അച്ഛ പഠിച്ച കോളേജ് വരെ പോവാണേ. ഞങ്ങൾ അങ്ങനെ ഒരു 10 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയേ. അച്ഛ പഠിച്ചത് കാഞ്ഞിരപ്പള്ളി സെൻറ് ഡൊമിനിക്സ് കോളേജിലാണേ. അവിടെ തന്നെയാട്ടോ എൻ്റെ ചേച്ചിയും പഠിച്ചത്. ഞാനും അച്ഛയും കാറിൽ പാട്ടൊക്കെ വെച്ച് ചില്ല് ചെയ്താണ് പോയത്. ഇതാട്ടോ നമ്മുടെ കോസ്വേ പാലം. നേരത്തൊക്കെ ഇവിടെ മുഴുവൻ വെള്ളം കയറിയതാണേ. നമ്മളപ്പോൾ ഇന്ന് മുണ്ടക്കയം ടൗൺ വഴിയാണ് പോകുന്നത്. ഇതാട്ടോ നമ്മുടെ മുണ്ടക്കയം ടൗൺ. പിന്നെ ഇതാട്ടോ നമ്മൾ സിനിമ കാണാൻ വരുന്ന RD സിനിമാസ്. അങ്ങനെ നമ്മൾ ചോറ്റി എത്തി. ചോറ്റിയിലാണ് മഹാദേവൻ്റെ അമ്പലമുള്ളത്. ഞങ്ങൾ ഇടയ്ക്കൂടെ വരാറുണ്ട്. പഠിക്കുന്ന സമയത്ത് അത് സ്പോർട്സിലൊക്കെ ഉണ്ടായിരുന്നേ. അച്ഛനെയൊക്കെ സ്പോർട്സ് പഠിപ്പിച്ച സാറ് റിട്ടയർഡായി. അച്ഛയുടെയൊക്കെ കൂടെ ആ വർഷം പഠിച്ച സ്പോർട്സ് കൂട്ടുകാരെല്ലാം ചേർന്ന് സാറിനൊരു റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അതുമാത്രമല്ല കേട്ടോ, ഇത് ഇവരുടെ ഒരു റീയൂണിയൻ കൂടിയായിരുന്നേ. കുറേ വർഷങ്ങൾ കൂടിയാണ് എല്ലാവരും ഒന്ന് കാണുന്നത്. ഇതാട്ടോ സെൻറ് ഡൊമിനിക്സ് കോളേജ്. ഒരു 11 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയേ. സ്പോർട്സുകാർ മാത്രമായതുകൊണ്ട് ഒരു 40 പേര് കൂടുന്നൊരു ഫംഗ്ഷനായിരുന്നേ. ഇവിടെ ചെന്നപ്പോൾ നമുക്കൊരു ഉഴുന്നുവടയും ചായയൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഫംഗ്ഷനൊക്കെ തുടങ്ങിയേ. ഇതെൻ്റെ അച്ഛയുടെ കൂട്ടുകാരൻ്റെ അമ്മയാട്ടോ. അമ്മയും നല്ല സ്പോർട്സ് താരമാണ്. ഇപ്പോഴും സ്പോർട്സിനൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് അവരൊരു മൊമെൻ്റോ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇതാണ് അച്ഛയുടെയൊക്കെ സാറ്. എല്ലാവർക്കും റിട്ടേൺ ഗിഫ്റ്റ് ഉണ്ടായിരുന്നേ. അങ്ങനെ അച്ഛയ്ക്കും കിട്ടിയേ. അങ്ങനെ എല്ലാവരും കൂടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുവാണ്. ഇതൊക്കെയാണ് എൻ്റെ അച്ഛയുടെ പഴയ കൂട്ടുകാർ. അവരെല്ലാം ഒന്നുകൂടെ കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. അങ്ങനെ കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ. പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് തന്നെ. ബിരിയാണിയും റൈസും ഐസ്ക്രീമും ഒക്കെ ഉണ്ടായിരുന്നേ. അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ. ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നേ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി. നമുക്ക് അവിടെ നിന്ന് തന്നെ വേറൊരു ഫംഗ്ഷനും കൂടെ പോകാനുണ്ടായിരുന്നേ. ഫംഗ്ഷൻ എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. വേറെ ഒന്നുമല്ല കേട്ടോ, ഞാൻ 10ാം ക്ലാസ് പാസ്സായതുകൊണ്ട് തന്നെയും എൻ്റെ അച്ഛൻ ജോലി ചെയ്യുന്നത് DCയിലാണേ. അച്ഛൻ കണ്ടക്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അച്ഛയുടെ ഓഫീസിൽ നിന്നും 10ാം ക്ലാസ് പാസ്സായതിന് എനിക്കൊരു മൊമെൻ്റോയും അതിൻ്റെ കൂടെ തന്നെയും ഒരു ഫോട്ടോ വെച്ച ഒരു കപ്പും കൂടെ സമ്മാനമായിട്ട് തന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളങ്ങനെ പൊൻകുന്നത്തുനിന്ന് നേരെ വീട്ടിലോട്ട് വരുവാണ്. അങ്ങനെ ഇത് നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലുള്ള KFC ആണേ. ഇതാണ് നമ്മുടെ ആനക്കുളം ശ്രീ ഭദ്രകാളി ക്ഷേത്രം. ഞങ്ങൾ താമസിക്കുന്നത് പനക്കച്ചിറയിലാണ്. ഞങ്ങൾ ഈ വഴി കൂടെ ശബരിമലയ്ക്ക് പോകാമേ. അതുകൊണ്ട് തന്നെ മണ്ഡലകാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വഴി ഭയങ്കര തിരക്കായിരിക്കുവേ. ആ സമയത്ത് റോഡിൻ്റെ സൈഡിലെല്ലാം പൈനാപ്പിൾ കടയായിരിക്കും. പൈനാപ്പിളും പിന്നെ ഉപ്പിലിട്ട മാങ്ങയും അങ്ങനെ കുറേ ഐറ്റംസ് ഉള്ള കുഞ്ഞു കുഞ്ഞു കടകളായിരിക്കുവേ. ഇതൊരു തേക്കൻകൂപ്പും കൂടെയാണ്. ഇവിടെ കാട്ടുപോത്തൊക്കെ ഉണ്ട്. കാട്ടുപോത്ത് മാത്രമല്ല കേട്ടോ, കുറുക്കനും പന്നികളും ഒക്കെ ഉണ്ട്. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് അകത്തോട്ടുള്ള റോഡിൽ കൂടെയാണ് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.